نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പുണ്യ റമദാനിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ്. രോഗികളായി കട്ടിലിൽ കിടക്കുന്നവരും മരിച്ചുപോയി ഖബറിൽ കിടക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോമ്പെടുക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും തറാവീഹ് നമസ്കരിക്കാനും സദഖ നൽകാനുമൊക്കെയുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വെളിച്ചമെത്താതെ മറ്റ് ഇതര പ്ലാറ്റ്ഫോമുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും റമദാനിൻ്റെ പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇത് റബ്ബിൻ്റെ അപാരമായ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ഫളില്ലെങ്കിൽ, റഹ്മത്തില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഈ ദീനുൽ ഇസ്ലാമിൽ തന്നെ നമ്മൾ ഉണ്ടാവില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ഇസ്ലാമിലെ നോമ്പിൻ്റെ മഹത്വങ്ങളും അഹ്കാമുകളൊക്കെ ഒക്കെ മനസ്സിലാക്കി അതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇസ്ലാം ഒരു ക്രമമുള്ള മതമാണ്, ക്രമപരമാണ് അമലുകൾ ചെയ്യേണ്ടത്. വിശ്വാസമില്ലാത്തവൻ്റെ മറ്റു കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എന്താണോ നിയ്യത്ത് അതിനനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. എന്നാൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു തൂണായ സകാത്തിനെ പരിഗണിക്കാത്തവരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തവരുമായ ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട് എന്നത് ഖേദകരമാണ്. നിർബന്ധദാനം സകാത്ത് എന്നത് ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ 5 സ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ്. ഖുർആനിൽ പലയിടത്തും നിസ്കാരത്തോടൊപ്പം ചേർത്തു പറഞ്ഞ കാര്യമാണ് സകാത്ത്. വഖീമുസ്സലാത്ത വഅത്തുസ്സകാത്ത വർക്കഉ മഅർ-റാക്കിഈൻ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. ഖുദൂ മിൻ അംവാലിഹിം സദഖത്തുൻ തുതഖിറുകും വതുസക്കീഹിം ബിഹാ വസല്ല അലൈഹിം
ഇന്ന സ്വലാത്തക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുവാനുതകുന്ന ദാനം അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തി നൽകുന്നതത്രേ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഉപദേശങ്ങൾ മുആദിന് നൽകുന്നുണ്ട്. ദുഊഹും ഇലാ ശഹാദത്തിൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ഫഇൻഹും അതാഉ ലിദാലിക വഅല്ലിമുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറള അലൈഹിം 5 സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വ ലൈല ഫഇൻഹും അതാഉ ലിദാലിക ഫഅല്ലിമുഹും അന്നല്ലാഹ ഇഫ്തറള അലൈഹിം സദഖ ഫി അംവാലിഹിം വതുഖുദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ലെന്നും ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുവാൻ താങ്കൾ അവരെ ക്ഷണിക്കണമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതിനവർ താങ്കളെ അനുസരിച്ചാൽ എല്ലാ ദിവസവും രാവും പകലുമായി 5 നമസ്കാരങ്ങൾ അല്ലാഹു അവരുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നുവെന്ന് താങ്കൾ അവരെ അറിയിക്കണം. അതിനും അവർ താങ്കളെ അനുസരിച്ചാൽ അവരുടെ സമ്പത്തുകളിൽ നിന്നും അല്ലാഹു അവർക്ക് സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നറിയിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ശേഷം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. സക്കാത്ത് അവരുടെ ധനികന്മാരിൽ നിന്ന് വസൂലാക്കപ്പെടുകയും അത് സാധുക്കളിലേക്ക് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. ശുദ്ധീകരണം, വർധനവ് എന്നൊക്കെയാണ് സക്കാത്തിൻ്റെ ഭാഷാർത്ഥം. സക്കാത്ത് നൽകുന്നതിലൂടെ സമ്പത്തും മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സക്കാത്ത് നൽകാത്ത പണമുണ്ടല്ലോ, സക്കാത്ത് നൽകാത്ത സമ്പത്തുണ്ടല്ലോ, അത് മാലിന്യം കലർന്നതാണ്. അത് ഹറാമായി മാറും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സമ്പത്ത് ഹലാലാകണമെങ്കിൽ അതിൻ്റെ നിസാബെത്തിയാൽ അതിൻ്റെ സക്കാത്ത് നൽകുക എന്നത് നിർബന്ധമാണ്. സക്കാത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? 1, നിശ്ചിത പരിധി നിസാബെത്തണം. 1 വർഷം തികയുകയും വേണം. 1 വർഷം തികഞ്ഞിട്ടാണ് സക്കാത്ത് കൊടുക്കുക. മിക്കവാറും ആളുകൾ സക്കാത്ത് നൽകൽ റമദാൻ മാസത്തിലായതുകൊണ്ടാണ് ഈ ഒരു സമയത്തിലും സന്ദർഭത്തിലും ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കാരണം. അപ്പോൾ പരിധി എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുകയും ഹൗല് തികഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നിസാബെത്തിയോ എന്ന് നോക്കലാണ്. നിസാബെത്തി കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് കൊടുക്കുകയും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തിൽ ഖുലൂബുഹും വഫിർ റിഖാബി വൽ ആരിമീന വഫീ സബീലില്ലാഹ് വബിനിസ് സബീലി ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. സക്കാത്ത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്ക്, അഗതികൾക്ക്, അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇസ്ലാമുമായി മനസ്സിണക്കപ്പെട്ടവർക്ക്, അടിമകളുടെ മോചനത്തിന് കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിപോക്കൻ ബുദ്ധിമുട്ടുമ്പോൾ വഴിപോക്കനും, ഇത്രയും ആളുകൾക്കാണ്, 8 വിഭാഗങ്ങൾക്കാണ് സക്കാത്ത് നൽകേണ്ടത്. അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതാണിത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കി പറയുകയാണ് 8 ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആ 8-ൽ ഏതു വിഭാഗത്തിൽപ്പെടുമെന്നാണ്. അനർഹമായി സക്കാത്ത് കൈപ്പറ്റിയാൽ അത് വളരെ ഗുരുതരമായ ഒരു പാപമാണ്. സക്കാത്തിനെ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സദഖ എന്നത്, ഐച്ഛിക ദാനം എന്നത്. സക്കാത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നൽകുന്ന ദാനധർമ്മങ്ങളാണ് സദഖ. സദഖ സമ്പത്തിനെ കുറക്കുകയല്ല, മറിച്ചത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹു അതിന് ഇരട്ടി പ്രതിഫലം തരും. നമ്മുടെ സമ്പത്തിന് ബർക്കത്ത് തരും. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും. സദഖ കൊണ്ട് രോഗം മാറ്റിത്തരും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു തആല ഇല്ലാണ്ടാക്കും എന്ന് ധാരാളമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വലത് കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ കൊടുത്താൽ അള്ളാഹുവിൻ്റെ ആ മഹ്ശറ വൻസഭയിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത്
തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത, അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന ആളുകളിൽ പെടുന്ന ആളുകളാണ് വലതു കൈ കൊടുക്കുന്നത്, ഇടതു കൈ അറിയാതെ രഹസ്യമായി ദാനം ചെയ്യുന്നവർ. മരണശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ദാനധർമ്മങ്ങളുണ്ട്. പള്ളിയിൽ കൊണ്ടുവന്നൊരു മുസ്ഹഫ് വെച്ചാൽ അതിലെ ഓരോ ഹർഫ് ആര് പാരായണം ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമ്മുടെ കിതാബിലേക്ക് വരും. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് വരും. അങ്ങനെ പ്രതിഫലം കിട്ടുന്ന ധാരാളമായ കാര്യമുണ്ട്. അതേപോലെ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചാൽ, ഒരു കിണർ കുഴിക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി സദഖ നിർവഹിച്ചാൽ അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ആ ഉപയോഗത്തിൻ്റെ സമയത്തുള്ള ആ ഉപകാരത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ മദ്രസ നിർമ്മാണം, പള്ളി നിർമ്മാണം, നമ്മുടെ പള്ളി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ മുകളിലേക്ക് എടുക്കുകയാണ്, ഷീറ്റിടുകയാണ്, അതിൻ്റെ കാലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3.5 ലക്ഷം രൂപ ഏകദേശം അതിന് ചിലവ് വരും. നിങ്ങളെല്ലാവരും അതിൽ ഒന്ന് കൈവെക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൊടുക്കുന്നതിന് ഇരട്ടി പ്രതിഫലം കിട്ടും. നമ്മുടെ നിയ്യത്തനുസരിച്ച് അതിന് വലിയ പ്രതിഫലം കിട്ടുമെന്ന് സൂചിപ്പിക്കുകയാണ്. കൊടുത്തവർ തന്നെ വീണ്ടും വീണ്ടും കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ അത് പൂർത്തിയാകും. അങ്ങനെ നമ്മൾ വിചാരിക്കണം. നിർബന്ധ സക്കാത്തിൽ നമ്മൾ അറിയേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, ഒരു ഹിജ്റ വർഷക്കാലത്തേക്ക് തൻ്റെ കൈവശം ബേസിക് ബാലൻസായി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ അല്ലെങ്കിൽ കച്ചവട വസ്തുവോ കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് നൽകൽ ബാധ്യസ്ഥനാണ്. എങ്ങനെ കറൻസി ഉണ്ടാകണം, അല്ലെങ്കിൽ കച്ചവട വസ്തുക്കൾ, കച്ചവടമുള്ളവർ ആ കച്ചവടത്തിൻ്റെ മുഴുവൻ സ്റ്റോക്ക് നോക്കേണ്ട ഒരു സമയമാണ് സക്കാത്തിൻ്റെ ഹൗല് തികയുന്ന സമയം. ഇപ്പോൾ ഇന്നത്തെ ഒരു നിലവാരമനുസരിച്ച് 270 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക്. അത് 595 ഗ്രാമിനോട് ഗുണിക്കുമ്പോൾ 1,60,650 രൂപ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. 2.5% കണ്ടെത്തുവാൻ പ്രയാസമില്ല. ഉള്ള സംഖ്യയെ 40 കൊണ്ട് ഹരിച്ചാൽ 2.5% നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലുള്ള ബാലൻസിൻ്റെ 2.5% കിട്ടണമെങ്കിൽ 40 കൊണ്ട് ഹരിച്ചാൽ മതി. നിസാബ് എത്തിയോ എന്ന് നോക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. എനിക്കെത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവന് സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും നിർബന്ധമായി നിസാബ് നോക്കുക. നിസാബ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് വിചാരിക്കാനും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് സംഖ്യ കൊടുക്കാനും നമുക്ക് സാധിക്കണം. വളരെ കുറഞ്ഞ സംഖ്യയാണ് യഥാർത്ഥത്തിൽ സക്കാത്തായി കൊടുക്കാനുണ്ടാവുക. 1,00,000 2,500 രൂപയാണ്. 1,00,000 2,500 രൂപയാണ് ഒരാൾ കൊടുക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, എത്ര ചുരുങ്ങിയ സംഖ്യയാണ് ഒരാൾ കൊടുക്കേണ്ടത്. ആ 2,500 കൊടുക്കുന്നതിന് പകരം 10,000 ദാനം ചെയ്താലും 2,500 സക്കാത്ത് കൊടുക്കരുതെന്ന് പിശാച് നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് മിനിമം വരുന്ന സക്കാത്ത് ഏകദേശം 3,000-3,500 രൂപ, 4,000 രൂപയാണ് മാക്സിമം ഹൗല്. ഈ ഒരു നിസാബ് തകഞ്ഞവന് 1,60,000-ന് 40 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ആ സംഖ്യയാണ് മിനിമം ഒരാൾ സക്കാത്തായി നൽകേണ്ടത്. സക്കാത്ത് നൽകുക എന്നത് ഈമാനുള്ളവരുടെ അടയാളമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. അവർ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും. അതേപോലെ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് നൽകുന്നവരായിരിക്കും. സകാത്ത് നൽകാത്തവർ മുശ്രിക്കുകളുടെ സ്വഭാവമുള്ളവരാണ് എന്ന് ഖുർആൻ പറയുന്നു. ഖുൽ ഇന്നമാ അന ബശറും മിത്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ.
നബിയെ പറയുക, ഞാനൊരു മനുഷ്യൻ, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയാണുള്ളത്. ഏക ഇലാഹായ അള്ളാഹു മാത്രമാണ് ഇലാഹെന്ന വഹിയാണ് എനിക്കറിയത്. വസ്തഖീമു, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. വസ്തഗ്ഫിറൂഹു, അള്ളാഹുവിനോട് പാപമോചനം തേടണം. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് നാശമെന്ന് പറയുകയാണ്. എന്നിട്ട് ആ മുശ്രിക്കീങ്ങളുടെ ഒരു പ്രത്യേകത പറയുകയാണ്, അല്ലദീന ലാ യുതൂന സകാത്ത്, അവർ സകാത്ത് നൽകാത്തവരാണ്. വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ, അവർ ആഖിറത്തിനെ നിഷേധിക്കുന്നവരാണ് എന്നെടുത്തു പറയുകയാണ്. സകാത്തിലൂടെ ശുദ്ധീകരണം നടക്കുന്നു. ഖുദൂ മിൻ അംവാലിഹിം സദഖ തുതഹിറുകും വതുസക്കീഹും ബിഹാ, നമസ്കരണം നടക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ശുദ്ധീകരണം നടത്തുവാൻ വേണ്ടിയാണ് സകാത്തിനെ നിർബന്ധമാക്കിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന കാര്യമാണ് സകാത്ത് കൊടുക്കുക എന്നത്. ബർക്കത്ത് കൂടും, സമ്പത്തിൽ ബർക്കത്ത് കൂടും, നമ്മുടെ വരുമാനം വർദ്ധിക്കും, നമ്മുടെ ജീവിതത്തിൽ സുഖം വന്നു ചേരും. ആഖീമുസ്സലാത വാതുസ് സകാത വാതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, അപ്പോൾ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും, സ്വർഗ്ഗം ലഭിക്കുന്ന കാര്യമാണത്. عن أبو أيوب رضي الله عنه أن رجلا قال النبي صلى الله عليه وسلم أخبرني بعملي يدخلني الجنة, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അറിയിച്ചു തരുമോ എന്നൊരാൾ വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? അറബുൻ മാലഹു തഅബുദുല്ലാഹ വലാ തുശ്രിക ബിഹി ശൈഅൻ വതുഖീമുസ് സലാ വതുതിസ് സകാ വതസിലുർ റഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത വിധം അവൻ ആരാധിക്കുക, നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുക, സകാത്ത് നൽകുക, കുടുംബ ബന്ധം ചേർക്കുക, ഇത് ചെയ്താൽ നീ സ്വർഗത്തിലെത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വർഗത്തിൽ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ ജീവിക്കണം, സകാത്ത് കൊടുത്താൽ മതി. യാ റസൂലല്ലാഹ് അറഅയ്ത അൻ സകത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്നക റസൂലുള്ളാഹ് വസല്ലൈതു സ്വലാത്തിൽ ഖംസ് വസുംതു الشهر وقمت رمضان وآتيت الزكاة فقال النبي صلى الله عليه وسلم من مات على هذا كان من الصديقين والشهداء. അംർ ഇബ്നു മുറത്ത അൽ-ജുഖനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരിക്കൽ ഖുദാത ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, തീർച്ചയായും ഞാൻ അല്ലാഹുവെ അല്ലാതെ ആരാധനക്കറിയില്ലെന്നും താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട്. അതേപോലെ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ സകാത്ത് കൊടുത്തിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മൻ മാത അലാ ഹാദാ മിൻകും ഹാദാ കാന മിനസ് സിദ്ദീഖീന വശുഹദാഇൻ, ആരെങ്കിലും ഈ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലാണ്. സകാത്ത് നൽകി മരണപ്പെട്ടാൽ ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും, സിദ്ദീഖിന്റെ പ്രതിഫലം കിട്ടും. സകാത്ത് നൽകിയിട്ടില്ലെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മനഉൽ ഖത്റ മിനസ് സമാ, സമ്പത്തിന്റെ സകാത്ത് അവൻ നൽകാതിരിക്കുന്നില്ല, ആകാശ ലോകത്തു നിന്നും മഴ അവർക്ക് തടയപ്പെടാതെ. സകാത്ത് കൊടുക്കാത്തവരുണ്ടായാൽ മഴ തടയപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ മനാ ഖൗമുൻ സകാത്തി ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ജനത സമ്പത്തിൻ്റെ സകാത്ത് നൽകാതിരിക്കുന്നില്ല, അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതെ. വരൾച്ച കൊണ്ടുള്ള പരീക്ഷണം സകാത്ത് നൽകിയില്ലെങ്കിൽ വരുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ആഭരണത്തിൻ്റെ സകാത്ത്. അംർ ഇബ്നു ശുഐബ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരു സ്ത്രീ തിരുദൂതരുടെ അടുക്കൽ വന്നു, അവരോടൊപ്പം അവരുടെ മകളും ഉണ്ടായിരുന്നു. മകളുടെ കയ്യിൽ കട്ടിയുള്ള 2 സ്വർണ്ണവളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ സകാത്ത് നൽകാറുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവ കാരണത്താൽ തീയിനാലുള്ള 2 വളകൾ അല്ലാഹു നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടകരമാണോ? നാളെ പരലോകത്ത് നരകത്തിലെത്തിയാൽ 2 തീയിൻ്റെ വളകൾ കയ്യിലിട്ടാൽ എങ്ങനെയുണ്ടായിരിക്കും എന്ന് ചോദിച്ചു. ഉടനെ അവർ ആ 2 വളകൾ ഊരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇട്ട് കൊടുത്തു. ഇത് വേണ്ടെന്ന് പറഞ്ഞു. അവിടെ ആ ആഭരണത്തിൻ്റെ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ താക്കീതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഇപ്പോഴുള്ള ആഭരണത്തിൻ്റെ സക്കാത്ത്, ആ ആഭരണം തൂക്കി നോക്കി അതിൽ എത്ര പണമുണ്ടോ ആ ഒരു പണത്തിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ ഒരു 2.5% സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തീയുടെ മാലയും തീയുടെ വളയും തീയുടെ മോതിരവും ഒക്കെ ധരിക്കേണ്ടി വരും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എന്നാലോചിച്ച് നോക്കുക. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് കൂട്ടി നോക്കി വിശ്വാസികൾ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവർ അതിൽ ബാധ്യതയായുള്ള സക്കാത്ത് നൽകാത്ത പക്ഷം ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള ഫലകങ്ങളായി അവയെ രൂപപ്പെടുത്തുകയും അത് നരകത്തിൽ ചൂളക്ക് വെച്ചതിന് ശേഷം അവൻ്റെ നെറ്റിയും പാർശ്വഭാഗവും പുറവുമെല്ലാം അതുകൊണ്ട് ചൂട് വെക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്തിൽ പറയുകയാണ്, മുസ്ലിം സ്ത്രീകളോട് അവരുടെ ആഭരണങ്ങളിൽ നിന്നും സക്കാത്ത് നൽകുവാൻ കൽപ്പിക്കുക എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സ്വർണം 10.5 പവനോ അതിൽ കൂടുതലോ കൈവശമുണ്ടെങ്കിൽ കൈവശമുള്ള മൊത്തം സ്വർണത്തിനും 2.5% സക്കാത്ത് നൽകണം. കയ്യിലുള്ള മൊത്തം സ്വത്തിന് ബാക്കി 2.5-ക്കല്ല, മറിച്ച് ആ 10.5 പ്ലസ് എത്രയാണോ അത് മുഴുവൻ നോക്കി അതിൻ്റെ 2.5% സക്കാത്ത് നൽകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സക്കാത്തിൻ്റെ ഒരു കടവും ബാക്കിയാക്കാതിരിക്കുക. കാരണം സക്കാത്തിൻ്റെ കടം അത് അല്ലാഹുവിനുള്ള കടമാണ്. അത് ഇവിടെ നിന്ന് വീട്ടിപ്പോകേണ്ടതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും സക്കാത്ത് കൊടുത്ത് മുന്നോട്ട് പോകുകയും നമുക്ക് സാധിക്കണം. നിസാബ് എല്ലാവരും നിർബന്ധമായി നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ നിസാബ് നോക്കുക. ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല, ഉണ്ടെങ്കിലോ അത് കൊടുത്തിട്ടില്ലെങ്കിൽ കാഫിറാവുകയും നരകത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടാതിരിക്കും, നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും, നമ്മുടെ ഉപജീവനത്തെ അത് ബാധിക്കും, നാട്ടിൽ വരൾച്ചയുണ്ടാകും. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും സക്കാത്ത് കൊടുക്കാത്തവർക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ നമ്മൾ വിലവെക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സക്കാത്ത് നൽകാനുള്ള മാനസിക വിശാലതയും ഈമാനോടുകൂടി ജീവിക്കാനുള്ള അങ്ങേയറ്റത്തെ തൗഫീഖും അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ഒരു പുണ്യമാസത്തിലൂടെ. ഇതിലെ ഓരോ മൈക്രോ സെക്കൻഡും വലിയ വിലയുള്ള സമയങ്ങളാണ് കടന്നു പോകുന്നത്. ഇസ്തിഗ്ഫാറിന് വേണ്ടി സമയം മാറ്റിവെക്കേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. അതേപോലെ ഖുർആൻ പാരായണം എവിടെ എത്തി? ഇന്നലെ ഖുർആൻ പാരായണം ചെയ്തോ? ക്ഷീണിച്ചിരുന്നോ? ഒഴിവുള്ള സമയത്ത് റീൽസ് നോക്കിയോ? മൊബൈൽ നോക്കിയോ? എങ്ങനെയാണ്? മൊബൈലിനെ ബാൻ ചെയ്യുന്ന ഒരു മാസമായി ഇത് മാറണം, മറിച്ച് ഖുർആൻ എടുക്കുന്ന ഒരു മാസമായിട്ട് മാറണം. മൊബൈലൊന്നും എടുത്തു വെക്കാതെ നമ്മൾ എല്ലാ ഈ ഒരു ഔറത്ത് കാണിക്കുന്ന സ്ത്രീകളെയും എല്ലാവരെയും കണ്ടങ്ങനെ ഇരിക്കുക. നോമ്പ് മുറിയുമോ ഇല്ലേ? നിങ്ങൾ ചിന്തിക്കൂ, എന്താണത്? നന്മയാണോ തിന്മയാണോ? നമ്മുടെ സമയം വളരെ പ്രധാനമാണ്. ഇനി അടുത്ത നോമ്പിൽ നമ്മളുണ്ടാകുമ്പോൾ ഈ നോമ്പ് മുഴുവൻ പൂർത്തിയാക്കാൻ സാധിക്കുമോ? അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ അശ്രദ്ധരായി മുന്നോട്ട് പോകുന്നത്? ഭക്ഷണക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ ആ ഭക്ഷണത്തെ ഒരിക്കലും ആഘോഷമാക്കി മാറ്റാതെ നോമ്പിൻ്റെ ക്ഷീണം തീർക്കാനും അടുത്ത നോമ്പ് നോൽക്കാനുമുള്ള 2 നേരത്തെ ഭക്ഷണം എന്നുള്ള നിലയിൽ മിനിമം ലെവലിലേക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എത്തിച്ചേരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവപ്പെട്ട ഒരു മാസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ,
റമളാനിനെ അശ്രദ്ധയോടുകൂടി കഴിഞ്ഞു പോകുന്നവൻ അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ആരശ്രദ്ധമായി റമളാനിനെ കൊണ്ടു നടക്കുന്നുവോ അവൻക്കെതിരെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അവനെതിരെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ നോമ്പിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാണെങ്കിൽ നമുക്ക് വേണ്ടി കൂടിയാണ് ആ പ്രാർത്ഥിച്ചത്. നമ്മളും നശിച്ചു പോകുമെന്ന ചിന്ത വേണം. രാവിലെ ഒരു 10 പേജ് ഖുർആൻ ഓതുക, ളുഹറിൻ്റെ മുമ്പ് ഒരു 5 പേജ് ഖുർആൻ ഓതുക, ളുഹർ കഴിഞ്ഞ ഒരു 5 പേജ് ഖുർആൻ ഓതുക. അസറിനും മഗ്രിബിനും ഒക്കെ ആ ഒരു രൂപത്തിലാക്കുക. മഗ്രിബിൻ്റെ മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചോ അത് നമുക്ക് ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്താഴത്തിൻ്റെ സമയം അല്ലാഹു ആകാശ ലോകത്തു നിന്നും ഇറങ്ങി വന്ന് ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുവാൻ അവൻ ഇസ്തിഗ്ഫാർ നൽകും, ആരാണ് ചോദിക്കുവാൻ അവന് സഹായം നൽകുമെന്ന് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 2 സമയത്തും ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കാണണം. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അറിയുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുക. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ ഓഡിയോ ഇട്ട് കേൾക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക. ഇതൊരു ദീന് മനസ്സിൽ കയറി ആഘോഷം ചേർക്കുന്ന ഒരു മാസമാണ്, പുണ്യമാസമാണ് റമദാൻ എന്ന് മനസ്സിലാക്കി അതിന് ആ ഗൗരവത്തോടുകൂടി എടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടാനുള്ളത്. ഈ റമദാൻ നമ്മളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നല്ല റമദാനായി തീരുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ജീവിക്കാനും ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനും ഇത്തിബാവോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാനുമുള്ള തൗഫീഖിനെ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഏതേത് കർമ്മവും മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.